കിച്ചു. എന്റെ കിച്ചു ഒന്നാം മനുഷ്യൻ തലവേദന എടുത്തിട്ടിരിക്കുക. നീ പുറത്തുപോയി കളിച്ചേ. അമ്മ നാളെ ക്രിസ്മസ് അല്ലേ, ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? അമ്മ ഞങ്ങളുടെ സ്കൂളിലുള്ള എല്ലാവർക്കും ഉടുപ്പെടുത്ത്. അമ്മ ചാച്ചനോട് പറഞ്ഞു ഞങ്ങൾക്ക് കൂടെ ഉടുപ്പെടുത്ത് തരാൻ. മോനെ, ചാച്ചന്റെ വണ്ടി ടെസ്റ്റിന് കയറ്റി വെക്കുക. ചാച്ചനിപ്പോൾ വേറെ ഓട്ടോ ഓടിക്കുന്ന കൂലിക്ക്. അതിന്റെ വാടക കൊടുക്കാൻ പോലും പൈസ തികയുന്നില്ല. എന്തായാലും ഈ വർഷം ഇങ്ങനെ പോട്ടെ. 2 പേർക്കും അടുത്ത വർഷം ചാച്ചൻ ഡ്രസ്സൊക്കെ എടുത്തു തരും കേട്ടോ. ആ, ഇന്ന് നേരത്തെ കഴിഞ്ഞോ? ഇതെന്തായിട്ടേ കവറില്? ഇവന്മാർക്കുള്ള ഡ്രസ്സാണോ? അല്ല, ഇത് കുറച്ച് പൈസയാ. പൈസയോ? ഒരു പ്രായമുള്ള മനുഷ്യൻ ഓട്ടോയിൽ കയറി, പുള്ളിക്കാരൻ്റെ ആണെന്ന് തോന്നുന്നു. അതിന് ഇതിനകത്ത് എത്ര രൂപയുണ്ട്? 12. 12,000 രൂപയോ? 12 ലക്ഷം. 12 ലക്ഷമോ? ചുമ്മാ തമാശ പറയല്ലേ ഏട്ടാ? തമാശ അല്ലടി, കാര്യമായിട്ട് പറഞ്ഞതാ. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനാണെങ്കിലേ നമുക്ക് ഇതിൽ നിന്നൊരു 10,000 രൂപ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്താലോ? ഇവിടാണ് വീട്ടു സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. നമ്മൾ 10,000 രൂപ ഇതിൽ നിന്ന് എടുത്തെന്ന് വിചാരിച്ചാൽ അവരറിയാനൊന്നും പോകുന്നില്ല. എന്തായാലും തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ. വേണ്ടടി, അർഹതയില്ലാത്ത കാശ് നമുക്ക് വേണ്ട. അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവിട്ടത് കറ്റാനം ഭാഗത്താണ്. അവിടെ എവിടെയായിരിക്കും വീട്. നാളെ എന്തായാലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. പുള്ളിയുടെ കയ്യിൽ ഇത് ഭദ്രമായിട്ടെത്തിക്കണം. നമുക്കുള്ളത് കർത്താവ് കൊടുത്തത്. മോനെ, ഇവിടെ ആരും ഇല്ലേ? ആരത്? ആ, ചേട്ടനോ? മോനെ, ഒരു പൊതി വെച്ച് മറന്നു ഓട്ടോയിൽ, കിട്ടിയായിരുന്നു. നല്ല ആളാ. ഞാൻ ചേട്ടനെ അന്വേഷിച്ച് വരാതിരിക്കുമായിരുന്നു. കറ്റാനം ഭാഗത്ത് എവിടെയാ വീടെന്ന് മനസ്സിലായി. ഇത്രയും പൈസയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോയാലേ എന്താ എൻ്റെ കൈ കിട്ടിയ കാര്യമായി. 1 രൂപ കുറവിലായി വെച്ചിട്ടുണ്ട്. സാധാരണ ബാങ്കിൽ ഒരു ലോൺ എടുത്തതാ മോടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. ആ, എന്തായാലും ചേട്ടൻ പേടിക്കണ്ട, പൈസ എൻ്റെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട മോനെ, ചായ വേണ്ട, പൈസ കിട്ടിയാൽ ഉപകാരമായിരുന്നു. വാ ചേട്ടാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. പൈസ എടുത്താലേ ചായ കുടിക്കാം. വാ, ഇങ്ങോട്ട് വാ. എന്താ അവിടെ പേര്? വാ, നീ ആ പൈസ എടുത്തോളൂ. എന്നിട്ട് വേഗം ഒരു ചായ. ചേട്ടാ ഇരിക്കേ, ഞാൻ പോകുന്നു. ഇന്ന് മൊത്തം അലച്ചിലാണ്. ഇതാ പൈസ. ഞാൻ ചായ എടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞല്ലേ നമുക്ക് കർത്താവ് കൂട്ടുണ്ടെന്ന്. ശരിയാ ചായ. നമ്മുടെ കഷ്ടപ്പാടും ദുഃഖവും കണ്ടിട്ട് കർത്താവ് നമുക്ക് തന്നതാ ഇതൊക്കെ. ഈ ക്രിസ്മസ് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം. ദൈവപുത്രൻ